കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ക്രൈസ്തവ മാനേജ്മെന്റുകളും തമ്മിലുള്ള പോര് വീണ്ടും രൂക്ഷമാവുകയാണ്. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനകൾ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. മതവും ജാതിയും പറഞ്ഞ് വിരട്ടാൻ നോക്കണ്ട എന്ന മന്ത്രിയുടെ പ്രസ്താവന ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന ഏകപക്ഷീയമായ നിലപാടിന്റെ സൂചനയാണ് കാണിക്കുന്നത്. ഭിന്നശേഷി നിയമനത്തിന്റെ കാര്യത്തിൽ ആർക്കും തർക്കമില്ല, നിയമനം നടക്കണം. എന്നാൽ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിൽ 4% ഭിന്നശേഷി സംവരണം 2018 നവംബർ 11 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കാനുള്ള കോടതി ഉത്തരവ് ഉണ്ടായിട്ടും കഴിഞ്ഞ 4 വർഷവും ഈ വിഷയത്തിൽ യുക്തമായ ഒരു പരിഹാരം കാണാൻ സർക്കാർ മെനക്കെട്ടിട്ടില്ല. കോടതി ഉത്തരവ് നടപ്പാക്കേണ്ട രീതിയിൽ സർക്കാർ കാലതാമസം വരുത്തുകയും തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിയമോപദേശം മാത്രം സ്വീകരിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ ഉത്തരവ് NSS കേസിനെ മാത്രം ബാധിക്കുന്നതാണെന്നും അത് പൊതുവായ വിധിയല്ലെന്നും അഡ്വക്കേറ്റ് ജനറൽ സർക്കാർ ഉപദേശം നൽകുകയും അതനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തതോടെയാണ് തർക്കം തുടങ്ങിയത്. ഭിന്നശേഷി നിയമനം നടത്താതെ മറ്റ് നിയമങ്ങൾ അംഗീകരിക്കില്ല എന്ന സർക്കാർ നിലപാട് നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവിയെയാണ് അനിശ്ചിതത്തിലാക്കിയത്. 5000-ലധികം ഒഴിവുകൾ ഉണ്ടായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് മന്ത്രിയുടെ പ്രധാന വിമർശനം. എന്നാൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾ ഈ ആരോപണം പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും അതിനനുസരിച്ചുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ലഭിക്കുന്നില്ല എന്നാണ് മാനേജ്മെന്റുകൾ പറയുന്നത്. റിപ്പോർട്ട് ചെയ്ത 1500 ഒഴിവുകളിൽ പോലും നിയമനം നടക്കാത്തതിന് കാരണം സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണ്. അതായത് കണക്കുകൾ പറഞ്ഞ് മാനേജ്മെന്റുകളെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ നിയമനം നടത്താനുള്ള ബാധ്യതയിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞു മാറുന്നു എന്ന് വ്യക്തമാണ്. സമരങ്ങളെ രാഷ്ട്രീയ പ്രേരിതം എന്ന് മുദ്രകുത്തി തള്ളിക്കളയുന്ന മന്ത്രിയുടെ പ്രസ്താവനയും ശ്രദ്ധേയമാണ്. വിമോചന സമരം നടത്താൻ സാധിച്ചതുപോലെ ഇപ്പോൾ സാധിച്ചെന്ന് വരില്ല എന്ന താരതമ്യം ഈ വിഷയത്തെ വെറും ഒരു നിയമന പ്രശ്നമായി കാണാതെ ജാതിമത ചിന്തകൾ പറഞ്ഞ് മാനേജ്മെന്റുകളെ ഭീഷണിപ്പെടുത്താനുള്ള മനഃപൂർവ്വമായ നീക്കമായി വിലയിരുത്താവുന്നതാണ്. ഒരു ഭാഗത്ത് ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കെതിരെ പരസ്യമായ മുന്നറിയിപ്പ് നൽകി തങ്ങൾ നിയമങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും മറുഭാഗത്ത് നിയമനത്തിനുള്ള നടപടിക്രമങ്ങളിൽ വ്യക്തത വരുത്താതെയും ഉദ്യോഗാർത്ഥികളെ ലഭ്യമാക്കാതെയും പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യുന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നു. ഭിന്നശേഷി സംവരണം നടപ്പാക്കാനുള്ള ആത്മാർത്ഥമായ സമീപനം സർക്കാരിനുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരട്ടലുകൾക്ക് പകരം മാനേജ്മെന്റുകളുമായി ചർച്ച ചെയ്ത് നിയമനത്തിനുള്ള തടസ്സങ്ങൾ നീക്കുകയാണ് വേണ്ടത്. അല്ലാതെ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം മുൻനിർത്തിയാണെന്ന് തുറന്നു പറയേണ്ടി വരും. പക്ഷേ അവസാന ചോദ്യം ഇതാണ്: ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ജോലി നഷ്ടപ്പെടാൻ ഇടയാക്കിയ ഈ പ്രതിസന്ധിക്ക് ആരാണ് യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ടത്?